തേൻ എന്തൊരു മധുരാണ്, എത്രമാത്രം വലിയ ഔഷധമാണ്, വിലകൾ എത്രയാണ്. പക്ഷേ തേനെടുക്കുമ്പോൾ എത്ര തേനീച്ചകളിൽ നിന്ന് കുത്തേൽക്കേണ്ടി വരും, എത്ര പ്രയാസപ്പെടേണ്ടി വരും. റോസാപ്പൂ അത്യാകർഷണീയമാണ്, നല്ല സൗന്ദര്യം, നല്ല സുഗന്ധം. പക്ഷേ പരിസരങ്ങളിലൊക്കെയും മുള്ളാണ്. കരിമ്പ് കടിച്ചരച്ച് ചതച്ച് തിന്നാൻ എന്തൊരു സ്വാദ്. പക്ഷേ കുറച്ചങ്ങ് കഴിഞ്ഞാൽ കമ്പെത്തുമ്പോൾ അവസ്ഥകൾ മാറി. ഏത് നല്ലതിൻ്റെ കൂടെയും കുറച്ച് പ്രയാസങ്ങളും വിഷമങ്ങളൊക്കെ സർവ്വസാധാരണയാണ്, സ്വാഭാവികമാണ് എന്ന് മനസ്സിലാക്കി കുട്ടികളൊക്കെ പഠിക്കാനിരിക്കുമ്പോൾ ഉമ്മയുടെയും ബാപ്പയുടെ ഉപദേശങ്ങൾ കേൾക്കുമ്പോൾ ഒരു മുള്ളായി തോന്നിയേക്കാം, തേനീച്ചയുടെ കടിയായി തോന്നിയേക്കാം, കമ്പ് കടിക്കലായി അനുഭവപ്പെട്ടേക്കാം. പക്ഷേ ഇതിൻ്റെ പിന്നിൽ വലിയ നേട്ടങ്ങൾ, മാധുര്യം ആസ്വദിക്കാനുണ്ട്. കുറേ ലോകം കീഴടക്കണമെങ്കിൽ, എനിക്ക് ഉയരങ്ങളിലേക്ക് കയറണമെങ്കിൽ മാതാപിതാക്കളുടെ ഉപദേശങ്ങളും നിർദ്ദേശങ്ങളും അധ്യാപകന്മാരുടെ എല്ലാ നല്ല നല്ല ഉപദേശങ്ങൾ കയ്പുനീരായി തോന്നുന്നുവെങ്കിലും അത് പണ്ട് പൂർവികർ പറയുന്ന പോലെ മുതുനെല്ലിക്ക ആദ്യം കഴിക്കും പിന്നീട് മധുരിക്കും. തീർച്ചയായും നമ്മുടെ ജീവിതം എക്കാലവും മധുരപൂർണവും സന്തോഷപൂർണ്ണവും ആസ്വാദനപൂർവമാക്കി മാറ്റാൻ കഴിയും. എല്ലാ എങ്കിൽ എന്നെന്നും ജീവിതം കയ്പുകൾ നിറഞ്ഞതാകും. എല്ലാവരും മധുരപൂർണ്ണ ജീവിതമാക്കാൻ ഏത് ത്യാഗവും കഷ്ടപ്പാടുകളും ക്ഷമിച്ചും സഹിച്ചും സഹകരിക്കും.